ഇപ്പം എങ്ങനെ നിങ്ങൾ ഒരു മാസത്തെ വരുമാനത്തിൻ്റെ മാറ്റം അല്ല അത് റേഷൻ കടയല്ല ഇതിലൂടെ എത്ര കാര്യമായിട്ട് അങ്ങനെ വൈകിട്ട് അറിയാൻ വേണ്ടി അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യത്തിനല്ല നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും അവർ ധരിക്കുമ്പോൾ 50 രൂപ അധികമാണ്. ഈ CSC സ്ഥാപനത്തിലാണ് ഇവിടെ തന്നെ ഉണ്ട്. അല്ല ബാങ്കിൻ്റെ ബാങ്കുകളുടെ നിലയൊക്കെ അങ്ങനെ ആയില്ല. 19 ബാങ്ക് നമ്മളങ്ങനെ കൊടുക്കുന്നു. 19 ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കുകളടക്കമുള്ള 19 ബാങ്കുകളുമായി ധാരണ ഉണ്ടാക്കി. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ടാക്സി കോർപ്പറേഷൻ ഉൾപ്പെടെ അവരെല്ലാം അവരുടെ ഉൽപ്പന്നങ്ങൾ റേഷൻ കടയിലൂടെ നേടാൻ ധാരണ. അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ ഒരു 10-15,000 രൂപ മിനിമം ഒരു മാസം എക്സ്ട്രാ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് റേഷൻ സംവിധാനത്തിൽ ഇന്നത്തെ ഒരു സ്ഥിതി എന്നും ഉണ്ടാവുമെന്ന് ഒരിക്കില്ല. അത് വലിയ നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ആട്ടവർണ്ണം വിലക്കാരണം ഈ മാസത്തെ വെള്ളയിലൂടെ 17 അരി ഈ മാസത്തെ ലോഡ് വന്നോ? ഈ മാസത്തെ എല്ലാം വന്നില്ല. CMR വന്നോ? CMR വന്നില്ല. പിന്നെ CMR വന്നില്ല. വെള്ളം പച്ചരിയും കുഴങ്ങലിരിയല്ലോ വന്നോ? ഒന്നും പറ്റില്ല. എന്നും അരി വരാൻ ഇത് BPL കാരൻ്റെ പഞ്ചസാര ഇപ്പം എല്ലാ സാധനവും ഉണ്ട്. സാധനങ്ങൾ മണ്ണെണ്ണ നമ്മളെടുത്തോ? ഇല്ല, മണ്ണെണ്ണ വന്നില്ല. ഒരു സ്റ്റോക്ക് ആവശ്യത്തിനുണ്ടല്ലോ. സ്റ്റോക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് തന്നെ ഉണ്ട്. എത്ര പേരിപ്പം കടയിൽ ഈ മാസം വാങ്ങി? ഈ മാസം ഇപ്പോൾ 10,000. ഒരു 200. എത്ര കാർഡുണ്ട്? 858. എത്ര ശരാശരി വാങ്ങിക്കും? ഒരു 1000 മേടിക്കും. എന്ത് പറയുന്നു? അരി എങ്ങനെ അരിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം? നമ്മൾ കുറേ വർഷമായി ഇവിടുന്ന് മേടിക്കുന്നത്. നമ്മൾ തിലാന്നൊരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. നേരെയും മേടിക്കുന്നതുകൊണ്ട് ഇത്ര ദൂരെയെന്ന് വേതനം കാരണം നമ്മളത് കിട്ടിയല്ല. ചുവപ്പാണോ മഞ്ഞാണോ? ആട്ട വാങ്ങിക്കൂ. കിട്ടും. നമ്മളതിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും. എന്താണ് അഭിപ്രായം അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്താണ് ആളുകളുടെ ഒരു എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ട വിഷയം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര ദൂരെ വരുന്നത്. കുറച്ചും കൂടി നമുക്ക് ഗുണം കിട്ടി. ഫുൾ ഫ്ലെഡ്ജാണ് നമ്മുടെ അഭിപ്രായം. എല്ലാ സാധനങ്ങളും അധികം പഴക്കമുള്ളതൊന്നും കാണുന്നില്ല. ആണോ? ഞാൻ പോസ്റ്റ് ഏത് ഡിപ്പാർട്ട്മെന്റ്? പൊതുവിൽ നമുക്ക് ഈ സ്റ്റോറ് ഒരു പുതിയ ആശയമാണ്. റേഷൻ ഷോപ്പുകളെ എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുക. ഏറ്റവും നല്ല പ്രധാന ഉദ്ദേശം മാറ്റുമ്പോൾ അപ്പോൾ അത് നമുക്ക് 2500-ലധികം കടയാണ്. 2500 ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എൻ്റെ അവസ്ഥയെന്നാണ് ഒരു മുന്നിൽ പോകുമ്പോൾ ഒരു മലയാളികളുണ്ട്. അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി അത് കൗൺസിലർ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഞാനും ഇതുപോലെ കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ ക്വാളിറ്റിയിൽ നല്ല നമുക്ക് എല്ലാ വിഭാഗം ആളുകളും ശ്രദ്ധിക്കുന്നത് കൊണ്ടെന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു മെച്ചപ്പെടും. നമുക്ക്
മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ കെ സ്റ്റോർ മേലെച്ചൊവ്വയിലെ കെ സ്റ്റോർ സന്ദർശിക്കുകയാണ്. മിനിസ്റ്റർ, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നേരത്തെയൊക്കെ ഈ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വലിയ ഒരു വിമർശനങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു വകുപ്പാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി എല്ലാവരുടെയും മുഖത്ത് ഇപ്പോൾ മിനിസ്റ്റർ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അരിയുണ്ട്. ഈ കെ സ്റ്റോർ എന്നുള്ള ഈ സംവിധാനം അതിപ്പോൾ റേഷൻ കടകളൊക്കെ കെ സ്റ്റോറിലേക്ക് മാറുകയാണോ? ഈ വിമർശനങ്ങളിൽ നിന്നാണ് മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് നമുക്ക് വഴിതിരിയാൻ കഴിയുന്നത്. വിമർശനം അനിവാര്യമായ ഒരു ഘടകമാണ് ജനാധിപത്യ സംവിധാനത്തിൽ. കേരളത്തിലെ റേഷൻ ഷോപ്പുകൾ കേരളത്തിലെ റേഷൻ ഷോപ്പുകൾ പട്ടണങ്ങളിലെ ഷോപ്പുകളെ ഉദ്ദേശിച്ചല്ല ഗവൺമെൻറ് കെ സ്റ്റോർ ആരംഭിച്ചത്. നാട്ടിൻപുറങ്ങളിലും മലയോര മേഖലയിലും വിശേഷിച്ചും ആദിവാസി സങ്കേതങ്ങൾക്ക് പരിസരത്തും വരുന്ന റേഷൻ കടകൾ എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ സേവനങ്ങളും ലഭിക്കുന്ന കേന്ദ്രമായി മാറുക എന്ന ലക്ഷ്യമാണ് കെ സ്റ്റോറിലൂടെ ഉള്ളത്. ഞങ്ങൾ ആദ്യം പരീക്ഷണാർത്ഥം 2000 കടകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങൾ ആലോചിച്ചു 2500 കടകൾ ഈ മാർച്ച് 31 കൂടി കെ സ്റ്റോറായി മാറണമെന്നാണ്. ഇപ്പോൾ തുടങ്ങിയ ഒരു അനുഭവം വെച്ച് നോക്കിയാൽ 43 കോടി രൂപയുടെ ബിസിനസ് കെ സ്റ്റോറിൽ പുതുതായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടെ തന്നെ ഞാൻ കടയിലെ ലൈസൻസിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു 10,000-നും 15,000-നും ഇടയിൽ വരുമാനം അവർക്ക് കിട്ടുമെന്നാണ്. ഇപ്പോൾ റേഷൻ കടകളിൽ ഭക്ഷ്യ വിതരണത്തിന് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല നിയന്ത്രണങ്ങൾ വരുന്നത് കൊണ്ട് പല ഉൽപ്പന്നങ്ങളുടെയും ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ്. ഇപ്പം തന്നെ ഇടയ്ക്ക് ഗോതമ്പില്ലായിരുന്നു 4 വർഷം, മണ്ണെണ്ണ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ അരി തന്നെ നമുക്ക് ക്രമീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ചുരുക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റേഷൻ വ്യാപാരികൾ 10, 40, 50 വർഷത്തെ അവരുടെ ജീവിതം വളരെ പെട്ടെന്ന് ഗുരുതരമാകുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധ്യത കണ്ടുകൊണ്ടാണ് അതുകൂടി ലക്ഷ്യമിട്ട് അവർക്കും ഒരു വരുമാന സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ ഉദ്ദേശിച്ചാണ് കെ സ്റ്റോറിലേക്ക് പോയത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ച് ഇത്തരം ഈ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോകാതെ കൈവെത്തുന്ന ദൂരത്ത് അവർ അരി വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ ആ സേവന സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. CSC സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാക്കാൻ കഴിയും. അതുപോലെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ATM ഫെസിലിറ്റി 10,000 രൂപ വരെയുള്ള ATM ഫെസിലിറ്റി നമ്മുടെ റേഷൻ കടയിൽ തന്നെ ലഭ്യമാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗ്യാസൊക്കെ കാണുന്നുണ്ട്. ഗ്യാസ് അതെല്ലാം പൊതുമേഖല എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ അടുത്ത ആഴ്ച കാഷ്യൂ കോർപ്പറേഷൻ്റെ ഉൽപ്പന്നങ്ങൾ റേഷൻ കടയിലേക്ക് നൽകുന്ന ധാരണാപത്രം ഒപ്പിട്ടതനുസരിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഇതുപോലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൃഷി വകുപ്പിൻ്റെയും മറ്റ് വകുപ്പുകളുടെ എല്ലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ ആണ് ഇതിലൂടെ സ്വീകരിച്ചത്. അതിനേക്കാൾ ഉപരിയായി CSC സേവനങ്ങൾ, ബാങ്കിങ് ഇടപാട്, ഇപ്പോൾ ഒരാളിന് 2,000-3,000 രൂപ അത്യാവശ്യമാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്യാം. ഒരു ബാങ്കിൻ്റെ ATM ഫെസിലിറ്റി നമുക്ക് റേഷൻ കടയിൽ 10,000 രൂപ ലിമിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്ക് വളരെ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് കൈയെത്തുന്ന ദൂരത്തിലേക്ക് ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് വളരെ വിജയകരമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള നമുക്ക് അർഹതപ്പെട്ട വിഹിതങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ശരിക്കും? അത് പറയുമ്പോൾ രാഷ്ട്രീയം ഒന്ന് തോന്നിപ്പോകും. നമുക്ക് അലോട്ട്മെൻറ്റ് 16.5 ലക്ഷമായിരുന്നു. 2013 മുതൽ അത് 14 ലക്ഷമായി കുറച്ചു. 2 ലക്ഷത്തിൽ പരം മെട്രിക് ടൺ ധാന്യങ്ങൾ, അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും നമുക്ക് കുറച്ചിരിക്കുകയാണ്. അന്ന് കുറയ്ക്കുന്ന സമയത്ത് കണ്ടെത്തിയ ന്യായങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങുന്നത് വളരെ വളരെ കുറഞ്ഞു വരികയാണെന്നാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് ക്വാളിറ്റിയുടെ വിഷയമുണ്ടായിരുന്നു, പല കാരണങ്ങൾ. എന്നാൽ ഇന്ന് 83 ലക്ഷം കുടുംബങ്ങൾ പ്രതിമാസം റേഷൻ ഷോപ്പിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുകയാണ്. നമ്മുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. കാരണം അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടു, അതിൻ്റെ ക്വാണ്ടിറ്റി ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചമ്പാവരി CMR അത് നമുക്ക് കൺവെൻഷനായി നമ്മളുണ്ടാക്കുന്ന കൃഷിക്കാരുടെ നെല്ലെടുത്തെടുക്കുന്ന അരിയാണല്ലോ. ആ അരി നമുക്ക് റേഷൻ കടയിലൂടെ വളരെ ചെറിയ പൈസയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം കൂടെ വന്നപ്പോൾ ആളുകൾ കൂടുതൽ അരി വാങ്ങുന്ന, ഗോതമ്പ് വാങ്ങുന്ന, ആട്ട വാങ്ങുന്ന ഒരു രീതിയിലേക്ക് മാറിയത് സാഹചര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവശ്യപ്പെടുന്നത് നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം
വില കൊടുത്ത് വാങ്ങിക്കാനുള്ള അനുവാദം നൽകണമെന്ന് പോലും നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കോട്ടകളൊക്കെ കുറക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതിദാരിദ്ര്യ മുക്തമായ കേരളം എന്നത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ മാറ്റത്തിനാണ് ഗവൺമെൻറ് തയ്യാറായത്. എന്നാൽ ദാരിദ്ര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ദാരിദ്ര്യ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ് മാത്രമല്ല, രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ സംവിധാനത്തിൽ അവരുടെ കൂടെ കടമയാണ്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് പൊതുവിതരണ സംവിധാനം തയ്യാറായിട്ടുള്ളത്. അതിൽ കൈവയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനൊരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്ന് ഒരിക്കലും കരുതേണ്ട കാര്യമില്ല. എന്തായാലും ഈ ആളുകൾക്കൊക്കെ റേഷൻ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ ഇപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മാറിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ സാമ്പത്തിക വിനിമയമൊക്കെ കുറവായിരുന്നു എന്നുള്ള ഒരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറിയോ? അത് നമുക്ക് പൊതുവിതരണ രംഗത്തെ ഗവൺമെൻറ് സാമ്പത്തിക പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ല. സപ്ലൈകോയിലാണ് ഇടയ്ക്കത് ബാധിച്ചത്. എന്നാൽ പൊതുവിതരണ രംഗത്ത് നമുക്ക് ഓരോ മാസം കഴിയുന്തോറും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടത്തിയത്. 7 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് ഈ ഗവൺമെൻറ് കാലത്ത് കൊടുക്കാൻ കഴിഞ്ഞു. അതുതന്നെ അതിൻ്റെ ശുദ്ധീകരണ പ്രവൃത്തി ഭംഗിയായി നടന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരു വകുപ്പ് താങ്കളുടെ വകുപ്പാണ്. അത് താങ്കളുടെയൊക്കെ ആ ഒരു ഇടപെടൽ അത് നല്ല രീതിയിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ? ഓണത്തിന് മാത്രമല്ല, ക്രിസ്മസിന് 384 കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോയിൽ നടന്നെങ്കിൽ ക്രിസ്മസിന് 300 കോടി രൂപയുടെ വിൽപ്പന നടന്നു. ഏത് ഉൽപ്പന്നവും ന്യായവിലയ്ക്ക് ലഭ്യമാകുന്ന കേന്ദ്രമായി കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാറിയിട്ടുണ്ട്. 2 കിലോ വെളിച്ചെണ്ണ സബ്സിഡൈസ് റേറ്റിൽ 309 രൂപ വിലയ്ക്ക് ലഭ്യമാകുന്ന കേന്ദ്രമാണ് സപ്ലൈകോ. അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ക്വാണ്ടിറ്റി ഇരട്ടിയാക്കി 20 കിലോ അരി അധികമായി വാങ്ങാൻ കഴിയുന്ന 25 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്ന സൗകര്യമുണ്ട്. 8 കിലോ അരിക്ക് പുറമെയാണ് ഈ 20 കിലോ നൽകുന്നത്. 1 കിലോ മുളക് വാങ്ങാനുള്ള സൗകര്യം. ഇതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ നിന്ന് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാൻ കഴിയുന്നതിലൂടെ മലയാളിക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ കഴിയും. ആശങ്കയോടുകൂടിയാണ് ഈ വകുപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ സംതൃപ്തിയുടെ ആണോ ഈ കാലാവധി പൂർത്തിയാക്കുന്നത്? അതെ, വളരെ സംതൃപ്തിയാണ്. കാരണം ഇത്രയധികം സാധാരണക്കാരെ, പാവപ്പെട്ട ആളുകളെ, ജനങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൻ്റെ നല്ല ആത്മവിശ്വാസവും നല്ല അഭിമാനബോധവുമാണ് ഈ അവസാന നാളിൽ. അതുതന്നെയാണോ ഈ മിഷൻ 110 എന്നൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നത്? ഇതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആത്മവിശ്വാസമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല അസംബ്ലി തിരഞ്ഞെടുപ്പ്. കേരളത്തെ ഭാവി കേരളമായി, നവകേരളമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നുള്ളത് വാസ്തവമാണ്. മന്ത്രിമാർ ഒക്കെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തെളിയിക്കുക കൂടിയാണോ മന്ത്രിമാരൊക്കെ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ? അത്തരമൊരു സന്ദേശമാണോ നൽകുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങളുണ്ട്. ഭരണത്തിലെ ചില വകുപ്പുകളെക്കുറിച്ചും ചില ഇടപെടലിനെക്കുറിച്ചും ഒക്കെ വിമർശനമുണ്ടാകും. അതെല്ലാം ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായതായി ആരും അങ്ങനെ പറയുന്നില്ല. ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടിൻ്റെ കണക്കുകളെടുത്ത് പല ജില്ലകൾ നോക്കിയാൽ വളരെ മുന്നിലാണ്. ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് വരുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വിധിയെടുത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രിമാരൊക്കെ, തങ്ങളടക്കം മന്ത്രിമാരൊക്കെ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങും എന്ന് പാർട്ടി തീരുമാനിച്ചാൽ ജനവിധി തേടാൻ ഇറങ്ങും. ജനവിധി തേടുന്നതിനൊരു ഭയപ്പാടുമില്ല എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ കഴിയും. എന്തായാലും ഈ വെള്ളക്കാടുകാർക്ക് ഇപ്പോൾ 2 കിലോ അരിയാണല്ലോ കൊടുക്കുന്നത്, അത് 5 കിലോ അരിയായിട്ട് വർദ്ധിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതൊരു പ്രധാന ആവശ്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അരി അത് നമ്മൾ വിഭജിച്ചെടുത്താൽ, വീതം വെച്ചെടുത്താൽ ഒരു വെള്ളക്കാരന് 2 കിലോയെ കൊടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നുള്ളൂ. എന്നാൽ എങ്ങനെയാണ് ഓണത്തിനും ക്രിസ്മസിനും 10 കിലോ കൊടുത്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ സേവിങ്സ് എല്ലാം എടുത്ത് അത് ഓണം ഉത്സവ നാളുകളിൽ വില വർദ്ധിക്കാതിരിക്കാൻ കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിന് പോലും കേന്ദ്ര അനുമതി നൽകാത്ത നിലപാടായിരുന്നു 2 വർഷം. എന്നാൽ കഴിഞ്ഞ വർഷം ഓണത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മിച്ചം നമുക്ക് സേവിങ്സ് ആയിട്ടുള്ളത് ക്രമീകരിച്ച് കൊടുക്കാൻ 4 തവണയായി ക്രമീകരിച്ച് കൊടുക്കാനുള്ള അനുവാദം ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് ചില മാസങ്ങൾ 5 കിലോ, 6 കിലോ, 10 കിലോ വരെ തരുന്ന അവസ്ഥ ഉണ്ടായത്. 2 കിലോയാണ് ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വീതിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയും.
എന്തായാലും ഒരു വകുപ്പിനെ ഏത് രീതിയിൽ വലിയ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. GR അനിൽ അതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി അതിനെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ആളുകൾ വലിയ രീതിയിൽ ഈ നമ്മുടെ റേഷൻ കടകളെ സമീപിക്കുന്നു എന്നുള്ളത്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കെ സ്റ്റോറുകളായി ഇതിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ കെ സ്റ്റോറിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാക്കുക, കുടുംബശ്രീ പോലുള്ള കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇവിടെ ലഭ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു വലിയ രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മന്ത്രി GR അനിൽ കണ്ണൂർ വിഷനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.